ഹലോ, അപ്പം നമുക്കൊരു വ്ളോഗാവാം കേട്ടോ. ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഒരു ഡേയ്സ് ഇൻ മൈ ലൈഫാണ് കേട്ടോ. കുറേ ഡേയ്സിലെ വീഡിയോസാണ് ഇതിലുള്ളത്. ഞാൻ ഓരോ ദിവസം വ്ളോഗ് എടുക്കാം എന്ന് വിചാരിച്ച് ഇങ്ങനെ അങ്ങനെ എടുത്തിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ഒന്നാക്കിയിട്ട് ഒരു വ്ളോഗ് ഇടാമെന്ന് ഓർത്തു. അപ്പോൾ ഇതാണ് എൻ്റെ ക്യാബിൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഓഫീസ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ ഉച്ചയ്ക്കാകുമ്പോൾ നമുക്ക് കുറച്ച് തലയിൽ ഉറക്കമൊക്കെ വന്നിങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ എന്തുകൊണ്ട് നമുക്കൊരു വ്ളോഗ് എടുക്കാം എന്നൊക്കെ വിചാരിച്ച് വ്ളോഗ് എടുക്കാൻ തുടങ്ങുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓഫീസിൽ നിന്നാണ് ഞാൻ ഒരു ഉച്ചയ്ക്കായപ്പോഴാണ് കേട്ടോ ഞാൻ ഈ ഒരു വ്ളോഗിൻ്റെ ഇത് തുടങ്ങണത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഫുൾ ഡേ ഒന്നുമില്ല കേട്ടോ. പല ദിവസത്തെ പല നേരത്തെ ഉള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത്. നമ്മൾ ഇതിങ്ങനെ ശീലമല്ലല്ലോ. അപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടാവുന്ന സമയത്ത് മാത്രം എടുത്തിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിസ്റ്റത്തിൽ. ആസ് യൂഷ്വൽ നമ്മൾ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാവും. എന്നും ഇത് തന്നെ ഉണ്ടാവാറ്. ഇപ്പോൾ നമ്മൾ 5:30 ആയിട്ടുണ്ടെങ്കിൽ ഇറങ്ങും കേട്ടോ. 5:30 വരെയാണ് നമ്മുടെ ഓഫീസ് ടൈം എന്ന് പറയുന്നത്. അപ്പം 5:30 ആവാൻ വേണ്ടിയിട്ട് നമ്മൾ 5:30 ആവാനാകുമ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഞാൻ ബാഗിലെടുത്ത് വയ്ക്കുകയാണ്. നമ്മൾ പുറത്ത് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ എനിക്ക് മറന്നു പോകും. എനിക്കല്ലെങ്കിലും മറവി കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഞാൻ 5:30 മുന്നേ ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് 5:30 ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഓഫ് ചെയ്യാണ്. ഷട്ട് ഡൗൺ ചെയ്യണം എല്ലാവരും. ഈ സമയത്തായി ഷട്ട് ഡൗൺ ചെയ്ത് വീട്ടിൽ പോകും കേട്ടോ. കണ്ടോ, എല്ലാവരും ഷട്ട് ഡൗൺ ചെയ്തിട്ട് വീട്ടിൽ പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ നമുക്കും ഇതുവഴി വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് നടക്കണം വീടെത്താൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ റെൻറ്റിന് വീടെടുത്തിട്ട് താമസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തി കുറച്ച് നേരം കിടന്നപ്പോഴേക്കിന് സമയം തീർന്നു. അപ്പോൾ പിന്നെ അടുത്തത് കുളിക്കാനുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ നമ്മൾ ഉള്ള മേക്കപ്പൊക്കെ ഉള്ള സാധനം കൊണ്ട് കളയുകയാണ്. ഞാൻ ഇവിടെ സ്റ്റുഡിയോൻ്റെ ഒരു മേക്കപ്പ് റിമൂവർ വെച്ചിട്ടാണ് കളയുന്നത്. ഭയങ്കര അടിപൊളിയൊന്നുമല്ല, നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. ഭയങ്കര ഹെവി മേക്കപ്പ് എന്തുകൊണ്ട് പോകുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഈ ക്ലോത്ത് നല്ലതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ മീൻ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എടുത്ത് പൊരിക്കാമെന്ന് ഓർത്തു. ഒരടുപ്പിൽ നമ്മൾ ചോറും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കുളിച്ച് വന്നിട്ട് ഇനി നമുക്ക് ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. ഇനി നമുക്ക് സ്കിൻ കെയർ ആണ്. കിടക്കാൻ വേണ്ടി നമുക്ക് സ്കിൻ കെയർ ഒക്കെ ചെയ്യണം നിർബന്ധമാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സെറാണ് കേട്ടോ, ഡെർമാക്കോൻ്റെ ഒരു സെറാണ് യൂസ് ചെയ്യണത്. അത് ഞാൻ ഫേസിലൊന്നും മറക്കാതെ ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സെറ ഡെർമാക്കോൻ്റെ. പിന്നെ അടുത്തത് ഒരു ഡെർമാക്കോൻ്റെ തന്നെ ഒരു ലിപ് ബാം യൂസ് ചെയ്യാറുണ്ട്. ഇതും അത്യാവശ്യം നല്ലൊരു ലിപ് ബാമാണ് കേട്ടോ. സെറം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക, നമുക്ക് പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റുന്ന പോലെ സെറം എനിക്ക് തോന്നിയിട്ടുള്ളത്. ലിപ് ബാം അത്യാവശ്യം പിഗ്മെൻറ്റേഷൻ മാറ്റുന്നുണ്ട്. നമ്മൾ ജെനറ്റിക്കായിട്ടുള്ള പിഗ്മെൻറ്റേഷൻ മാറ്റില്ല, അല്ലാതെ നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് വന്നത് അതൊക്കെ മാറുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒരു ബോഡി ലോഷൻ ഇട്ടിട്ടാണ്, കയ്യിലും കാലിലൊക്കെ ബോഡി ലോഷൻ ഇട്ടിട്ടാണ് ഞാൻ കിടക്കാറ്. എനിക്ക് നല്ല ഭയങ്കര സുഗന്ധത്തിൽ എനിക്കെന്നെ കിടന്നുറങ്ങണം. അപ്പോൾ ബോഡി ലോഷൻ ഇട്ടിട്ട് തന്നെ ഞാൻ കിടക്കാറ്. എനിക്കത് ഇങ്ങനെ മോയ്സ്ചറൈസ് ആക്കി വെക്കുന്നതും ഇഷ്ടമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് രാവിലെ ഉണ്ടോ, പിറ്റേ ദിവസം രാവിലെ കഴിയാനായപ്പോഴാണ് എനിക്ക് ഓർമ്മ വ്ളോഗ് എടുക്കാം. അപ്പോൾ അതിന് നമ്മൾ രാവിലെ ഓട്സും ഒരു കോഫി ഇട്ടിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഓഫീസിലെത്തി ഇതും ഒരു ഉച്ച സമയത്താണ്. അപ്പോഴാണല്ലോ നമുക്ക് ഓർമ്മ വരിക. ഇത് നമ്മൾ വേറെ കുറച്ച് പണിയുണ്ടായിരുന്നു. നമ്മൾ ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ട് അതിൻ്റെ റെസ്യൂമേഴ്സൊക്കെ ഒന്ന് ആക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതും ഒരു 5:30 ആയപ്പോൾ നമ്മൾ ഷട്ട് ഡൗൺ ചെയ്ത് വീട്ടിൽ പോകാൻ ഒരുങ്ങുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പരാഗി പോയിട്ട് കുറച്ച് മെറ്റീരിയൽ എടുക്കണ്ടായിരുന്നു. ഓണമൊക്കെ വരികയല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇച്ചിരി മെറ്റീരിയൽ എടുക്കാണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി പരാഗി പോയി. ഭയങ്കര അടിപൊളി കളക്ഷനാണ് കേട്ടോ. ഞങ്ങൾ സ്ഥിരം അവിടെ തന്നെയാണെന്നാണ് തോന്നണേ. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോവുകയാണ്. കുറച്ചൊരു 6-6:30 മണിയായിട്ടുണ്ടാവും. വീട്ടിൽ പോയി ഇത് കണ്ടതാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ 3 കുട്ടികൾ. ഇത് വേറൊരു ദിവസമാണ് കേട്ടോ. ഇതിൽ നമ്മൾ ഫുൾ ഡേ വ്ളോഗ് എടുക്കണമെന്ന് ഓർക്കും, പക്ഷെ മറന്നു പോകും പെട്ടെന്ന്. നമ്മൾ വ്ളോഗ് എടുത്ത് ശീലമൊന്നുമില്ലല്ലോ, അപ്പോൾ നമ്മൾ മറന്നു പോകും. സോ ഇത് വേറൊരു ദിവസമാണ്. അപ്പോൾ ഞാൻ എൻ്റെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏകദേശം ഈ ഒരു സമയമൊക്കെ ആയപ്പോൾ നമ്മൾ ഓണം അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ സെലിബ്രേഷന് തിരുവാതിരക്ക് കളിക്കുന്നുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു പ്രാക്ടീസൊക്കെയാണ്
പിന്നെ അതിൻ്റെ വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പിന്നാലെയായിരുന്നു. അപ്പോൾ നമ്മളൊരു പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോവും. ഇത് ഓണം സെലിബ്രേഷൻ്റെ ആ ഒരു ഡേറ്റത്തെ വീഡിയോ ആണ് കേട്ടോ. അതാണ് നമ്മുടെ തിരുവാതിരേൻ്റെ ഒറിജിനൽ വീഡിയോ എന്ന് പറയുന്നത്. ഇതിൻ്റെ കുറച്ച് ക്ലിപ്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇതിൽ റെഡ് ബ്ലൗസ് ഇട്ടതാണ് ഞാൻ. ആക്ച്വലി ആ വീഡിയോൻ്റെ ഇടയിൽ ഞാൻ എന്തൊക്കെയോ പറയുന്നത്, പക്ഷെ ഒന്നും കേട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ക്ലിപ്സ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ച അത്ര പോരൊന്നും ആയില്ല, കുഴപ്പമൊന്നും ഉണ്ടായില്ല. കുറച്ചുകൂടെ അലമ്പാവും എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പിന്നെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഗെയിംസൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോയുള്ളൊരു ഓട്ടപ്പാച്ചിലായിരുന്നു കേട്ടോ. ട്രെയിനിൽ നല്ല തിരക്കാവും. അപ്പോൾ അതിനായിട്ട് നമ്മൾ വീട്ടിൽ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.